ഹായ്, വെൽക്കം ടു ടി ആൻഡ് ടോക്ക്. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് ടി ആൻഡ് ടോക്ക്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടാക്സ് കൺസൾട്ടൻസിയായ BRQ കൺസൾട്ടൻസിയുടെ സ്ഥാപകൻ, അതിൻ്റെ സാരഥിയുമായ ഡോക്ടർ BRQ മുസ്തഫയാണ്. അദ്ദേഹം ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും മുസ്തഫ. ഇസ്ലാം. വെൽക്കം ടു ടി ആൻഡ് ടോക്ക്. മുസ്തഫ, എന്താണ് ഈ BRQ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ടാക്സ് കൺസൾട്ടൻസി ആണ്. നമ്മളിവിടെ കാസർഗോഡ് 2017 ജൂലൈ 1 നമ്മൾ BRQ അസോസിയേറ്റ്സ് ഇവിടെ തുടങ്ങുന്നത്. അതായത് അതിനു മുമ്പ് നമ്മൾ അന്ന് ഇന്ത്യയിൽ വാറ്റ് ആയിരുന്നു നിലവിൽ തന്നെ ടാക്സ് സിസ്റ്റം. ആ വാറ്റ് നിലനിന്നിരുന്ന സമയത്ത് നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലാ സ്റ്റേറ്റുകളുടെ ബോർഡറുകളിലും ചെക്ക് പോസ്റ്റുകൾ നിലനിന്നിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മളുടെ കേരള അതിർത്തിയായ മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ തലപ്പാടിയുടെ മഞ്ചേശ്വരത്ത് അന്ന് വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വർക്ക് ചെയ്തിരുന്ന അവിടെയായിരുന്നു, തലപ്പാടിയല്ല, ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്ന അന്ന് ഹൊസങ്കടിക്ക് ഇപ്പുറത്ത്. പിന്നീട് അത് GST 2017 ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഈ വാറ്റ് സിസ്റ്റം മാറി GSTയിലേക്ക് വരുമ്പോൾ ബോർഡറുകളിലെ ചെക്ക് പോസ്റ്റുകൾ ആവശ്യമില്ല എന്നുള്ളതാണ് ആ നിയമപ്രകാരം. അങ്ങനെയാണ് നമ്മൾ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ കാസർഗോഡ് നമ്മളെ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്ത് തന്നു. അതിനു മുമ്പേ തന്നെ നമ്മൾ ഓഫീസൊക്കെ സെറ്റ് ചെയ്തു. ഇന്നത്തെ കാണുന്ന ഇതേ ലെവൽ ഓഫീസ് അന്ന് സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഓപ്പൺ ചെയ്തത് 2017 ജൂലൈ 1. എത്ര സ്റ്റാഫ് വെച്ചിട്ടാണ് അന്ന് ഓപ്പൺ ചെയ്തത്? അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വാറ്റ് സിസ്റ്റം നിലവിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ അന്ന് ആ ചെക്ക് പോസ്റ്റിന്റെ വർക്ക് നിന്നു. പിന്നീട് വരുന്നത് GSTയുടെ വർക്ക് വരുമ്പോൾ നമ്മൾക്ക് നിലവിൽ അന്ന് ഒരു ക്ലെയിംസും ഇല്ല. സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾക്ക് മേഖലയിലേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമർ പോലും നമ്മൾക്കില്ല. അതായത് പുതിയതായിട്ട് ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ടാക്സ് സിസ്റ്റം തന്നെയാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ നിന്ന് വ്യത്യസ്തമായ വർക്കിലേക്കാണ് വരുന്നത്. അന്ന് നമ്മൾക്ക് നിലവിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലയന്റ് പോലും ഇല്ല. അപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാകുമ്പോൾ GST വന്നാൽ നെക്സ്റ്റ് എന്ത് എന്നുള്ളതായിരുന്നു നമ്മളെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കൺസൾട്ടൻസി മേഖലയിലേക്ക് വരിക എന്നുള്ളതേ അന്നത്തെ ചോയ്സ്. കൺസൾട്ടൻസി മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ കസ്റ്റമർ ഓൾറെഡി നിലവിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളന്ന് നമ്മൾക്കൊരു വിശ്വാസം നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് പറ്റുമെന്നുള്ള കോൺഫിഡൻസ്. കാരണം നമ്മൾ ടാക്സ് മേഖലയിൽ ഞാൻ അന്ന് ചെക്ക് പോസ്റ്റ് മേഖലകളിൽ ചെക്ക് പോസ്റ്റ് 2011 ഞാൻ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റിന്റെ വർക്ക് അന്നൊക്കെ മാനുവലായിരുന്നു. അത് ഓൺലൈനിലേക്ക് മാറിയത് 2011 ഡിസംബറിലാണ്. അന്ന് ചെക്ക് പോസ്റ്റുകളിൽ എന്തായി എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറിയിട്ടാകുമ്പോൾ ഇത് മൊത്തം സ്റ്റക്കായി, വണ്ടി പാസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. അന്നത്തെ ആ സിറ്റുവേഷനിലാണ് അന്ന് ഞാൻ കണ്ണൂർ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നടത്തിക്കൊണ്ടായിരുന്നത്. ഓൺലൈനായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫാസ്റ്റ് ആൻഡ് സേഫ് എന്നുള്ള ഒരു ട്രാൻസ്പോർട്ട്, നമ്മളൊരു ഫ്രണ്ടാണ്, അദ്ദേഹം ബോംബെയിൽ നിന്ന് തന്നെ വിളിച്ചു പറയണം, എൻ്റെ അങ്കിള് ത്രൂ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ചെക്ക് പോസ്റ്റുകളിൽ വണ്ടി കടന്നു പോകുന്നില്ല. അപ്പോൾ അത് ഓൺലൈൻ സംവിധാനമാണ്, അവിടെയുള്ളവർക്ക് ഓൺലൈൻ സംവിധാനത്തിൽ ഇതിൻ്റെ ക്ലിയറൻസ് അറിയുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മളെ ഈ മേഖലയിലാണല്ലോ, അപ്പോൾ നിങ്ങളതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സംവിധാനമാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ 2011 ഡിസംബറിലേക്ക് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ടാകുമ്പോൾ
പിന്നീട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ആ ഓപ്പർച്യൂണിറ്റിനെ യൂട്ടിലൈസ് ചെയ്തു. അന്ന് നിലവിൽ ആർക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനത്തെ നമ്മൾ വിത്തിൻ മന്ത്സിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ആണ് 2017 വരെ നമ്മൾ അവിടെ നിന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഞാനല്ലെങ്കിൽ ആ റിസ്ക്, അതായത് അതൊരു ചലഞ്ചായിരുന്നു. കാരണം ഈ പെട്ടെന്ന് ഓൺലൈനിലേക്ക് വന്നിട്ടാകുമ്പോൾ ഈ സംവിധാനത്തിലേക്ക് മാറി. അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാർസൽ വെഹിക്കിൾ വരികയാണെങ്കിൽ അതിലൊരു 100 to 500 ബില്ല് വരെയൊക്കെ ഉണ്ടാവും. അതിനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാക്കി പാസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അവേഴ്സുകൾ എടുക്കുന്ന ടൈം വേണം. അതായത് ഒരു വണ്ടി ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ അവിടെ നിൽക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. അതിനെ നമ്മൾ വണ്ടി വരുമ്പോൾ തന്നെ പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. അതായത് എവിടെ നിന്നാണോ വണ്ടി പുറപ്പെടുന്നത് ആ സമയത്ത് നമ്മൾക്ക് ആ ബിൽ ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. സ്വന്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മളൊരു ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അത് വണ്ടി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് ആ സംവിധാനം നമുക്ക് കിട്ടി. വണ്ടി ഇവിടെ വരുന്ന സമയത്തേക്ക് എന്തുണ്ടാവും, റെഡി ആയിട്ട് അവർ ആ ചെക്ക് പോസ്റ്റിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന് എന്ത് ചെയ്തത്, നമ്മൾ ആ ചലഞ്ചിനെ നമ്മൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അത് 2017 വരെ നമ്മൾ വന്നു. അപ്പം ആ ഒരു കോൺഫിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ GST വരുന്നതിന് മുമ്പേയും നമ്മൾ ഈ ജൂലൈ 1 ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് 2 months മുമ്പേ നമ്മൾ ഇതേപോലെ പുതിയൊരു ആപ്പ് GST, ഞാൻ അന്ന് GSTയുടെ കൺസെപ്റ്റൊക്കെ പഠിച്ചെടുത്തു. അപ്പം അതിന് വേണ്ട ഒരു സോഫ്റ്റ്വെയർ അന്ന് നമ്മൾ ഡിസൈൻ ചെയ്തു, നമ്മൾക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ആ കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് GST ഇവിടെ വരുമ്പോൾ നമ്മൾക്കത് ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റി. എത്ര സ്റ്റാഫിനെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് തുടങ്ങിയത്? ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 23 സ്റ്റാഫിനെ എടുത്തു. തുടക്കത്തിൽ തന്നെ നമ്മൾ 23 സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്തെടുത്തു. നല്ല കോൺഫിഡന്റ് ആയിരുന്നു. 23 ആൾക്കാർക്ക് സാലറി കൊടുക്കണ്ടേ? അല്ല, ഒരു കോൺഫിഡന്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയില്ല, നമ്മൾക്ക് അത് ഈ ഒരു മേഖലയെ അന്ന് കൺസൾട്ടൻസിയിലുണ്ടായ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു പ്രോബ്ലത്തിലായിരുന്നു. നിലവിൽ എല്ലാവർക്കും 100ഉം 500ഉം 600ഉം അല്ലെങ്കിൽ 1000 വരെ ക്ലയന്റിനെ മാനേജ് ചെയ്യുന്നതായിരുന്നു ഈ നിലവിലുള്ള കൺസൾട്ടൻസികൾ. ഓൾറെഡി ഞാൻ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് എന്നുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ കസ്റ്റമേഴ്സ് എല്ലാം എന്ത് ചെയ്തു, അവർക്ക് എന്നെ ബന്ധപ്പെട്ടിട്ടായിരുന്നു അവർ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോയിരുന്നത്. അപ്പൊ ഈ കൺസൾട്ടന്റുമാർ എന്ന് പറഞ്ഞ് ഇനി നമ്മൾ എങ്ങോട്ട് പോകും, എങ്ങനെ ഇത് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനെ ആണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഞാൻ ഈ 23 സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്തെടുത്തു. അപ്പം നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെയുള്ള എല്ലാ കടകളിലേക്കും നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 23 സ്റ്റാഫിനെ നമ്മൾ അന്ന് വണ്ടി ഉപയോഗിച്ച് ഒരു ടീം ലീഡർ ഉണ്ടാക്കി. അവർ ജസ്റ്റ് ഈ കടകളിൽ കയറി നമ്മൾ ജസ്റ്റ് GSTയുടെ പ്രോബ്ലം നിങ്ങൾ ഓൾറെഡി, അതായത് കൺസൾട്ടന്റുമാർ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ കോണ്ടാക്ട് മീ എന്നുള്ള രീതിയിൽ നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക അതേ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് അവർ അറിയണ്ടേ. അതായത് മാർക്കറ്റിലൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ നൽകുന്ന ഒരാളുണ്ട് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിലൂടെ തന്നെ നമുക്കൊരു 1000 ക്ലയൻസ് അന്ന് കിട്ടി. ഒരു 2 months അത്രേ ഉള്ളൂ. അന്ന് ആ മാർക്കറ്റിംഗ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്നാണ്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്, 2 മാസത്തിൽ ഒരു 1000 ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത്. അത് കാരണം സ്കാർസിറ്റി അവിടെ ഉണ്ട്, ഒരു ലഭ്യത ഇല്ലായ്മ ഉണ്ടായിരുന്നു, ഡിമാൻഡ് ഉണ്ടായിരുന്നു. ആ ഡിമാൻഡിനെ ഉള്ള ഒരു സൊല്യൂഷൻ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അതിലൂടെ ഈ 1000 ക്ലയൻസ് നമ്മൾക്ക് വന്നു. പിന്നീട് അത് നമ്മൾ ഈ രീതിയിലേക്ക് ഇന്ന് നമ്മൾ 100ന് മുകളിൽ
സ്റ്റാഫുള്ള ചോദിക്കാൻ വന്നത് എത്ര സ്റ്റാഫ് ഇന്നുണ്ട്? ഇന്ന് 100-ൽ കൂടുതൽ ആൾക്കാർ നമ്മൾക്ക് ഓൾറെഡി ഈ മേഖലയിൽ നമ്മൾക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ടാക്സ് കൺസൾട്ടൻസിയാണ് BRQ. കാസർഗോഡ് ജില്ലയിലല്ല, എനിക്ക് തോന്നുന്നു, എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ മേ ബി അത് കേരളത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആവാം. കാരണം കേരളത്തിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ടാക്സ് കൺസൾട്ടൻസിയാണ് ഇന്നത്തെ BRQ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 1-2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ നമ്പർ ഓഫ് ക്ലയൻസും അതേപോലെ നമ്പർ ഓഫ് സ്റ്റാഫും ഉള്ളതിനപ്പുറം ഒരു ബിസിനസ് മാൻ വേണ്ട എല്ലാ സർവീസും ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ്. തുടങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നാൽ ഏറ്റവും ബേസിക് ലൈസൻസ് മുതൽ ഇന്ന് അയാൾക്ക് കമ്പനി ഇൻകോർപ്പറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റിങ്ങോ കാര്യങ്ങൾ എല്ലാ മേഖല, അതിപ്പോൾ ഓരോ കൈൻഡ് ഓഫ് സർവീസോ അല്ലെങ്കിൽ ഗുഡ്സ് ചെയ്യുന്ന ആൾക്ക്, ഇപ്പോൾ ഫുഡ് ചെയ്യുന്ന ആൾക്ക് FSSAI ലൈസൻസ് വേണം. അതേപോലെ അയാൾ മാനുഫാക്ചർ ആണെങ്കിൽ പാക്കിംഗ് ലൈസൻസ് വേണം. ഇനി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ആ ലൈസൻസ് വേണം. അതിനപ്പുറം അയാൾക്ക് അതിൻ്റെ നെയിം രജിസ്റ്ററിങ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണം. ക്വാളിറ്റി, അത് ISO പോലെയുള്ള സർട്ടിഫിക്കേഷൻസ് വേണം. അയാൾക്ക് ബാങ്ക് ഓഡിയോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ സപ്പോർട്ട്, അതേപോലെ ഗവൺമെൻറ്റിനുള്ള സബ്സിഡി സപ്പോർട്ടുകൾ, ഇങ്ങനെ എന്തൊക്കെയാണോ ആവശ്യം അതിന് പുതിയതായിട്ട് ഇനി നാളെ ഒന്ന് വന്നാൽ അതിവിടെ അവൈലബിൾ ആയിരിക്കും. അതിനെ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം എന്നും ഇല്ല. നമ്മൾ വന്നാൽ എന്ത് മാറ്റങ്ങളാണോ സർക്കാരിന്റെ സൈഡിൽ നിന്നോ അല്ല അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിനുള്ള സൊല്യൂഷൻ, അതിന്റെ സൊല്യൂഷൻ നമ്മൾ, അതായത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. ഡെഫിനറ്റ്ലി. അത് എൻ്റെ ഇപ്പോൾ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത് ചിലപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം, രാവിലെ 5 മണിക്ക് ഞാൻ അന്ന് ചെക്ക് പോസ്റ്റിൽ 5 മണിക്ക് വർക്കിനെത്തും, രാത്രി 12 മണി വരെ ഇരിക്കും. അതേ സിറ്റുവേഷൻ 5 മണിക്ക് ഞാൻ ഇന്നിവിടെ ഈ ഇപ്പം കാണുന്ന ഈ ഓഫീസിൽ 5 മണിക്ക് വരും, രാവിലെ 5 മണിക്ക് വരും. എന്നിട്ട് നമ്മുടെ സ്റ്റാഫ് എത്തുമ്പോൾ 9 മണിയാണ്. 9 മണിയാകുമ്പോഴേക്ക് അവർക്ക് വേണ്ട ഫയലുകൾ ഓരോരോ സീറ്റിലേക്ക് ആവശ്യമുള്ള അവർ ഇന്നലെ ചെയ്തു വെച്ച നോക്കേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അവർക്ക് ഇന്നേക്ക് വർക്കിന് കൊടുക്കേണ്ട കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടാവും. ആ രീതിയിൽ വർക്ക് അവർക്ക് അലോട്ട് ചെയ്ത് വെക്കും. അത് ഞാൻ തന്നെ ചെയ്യും. രണ്ടാമത്, എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ഈ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം 12 മണി വരെ കൃത്യമായി അപ്ഡേറ്റുകൾ അന്നന്ന് തന്നെ നമ്മളത് നോക്കും. അതിന് നമുക്ക് ബ്ലോഗുണ്ട്, ആ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിൽ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ ക്ലയൻസിന് നല്ല നോർമലി നമ്മളത് പബ്ലിക്കിലേക്ക് അപ്ഡേറ്റ് കൊടുക്കും. അതായത് ഒരു ബിസിനസ് ഓണർ നമ്മൾ ഒരു പ്രാവശ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഗവൺമെന്റ് സൈഡിലുള്ള ഡോക്യുമെന്റ്സ് സൈഡ് ഒന്നും അവർ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ നോക്കിക്കോളൂ. അവരുടെ ബിസിനസ്സായിട്ട് മുമ്പോട്ട് പോവാ. അതാണ് നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ ബിസിനസ് ചെയ്യൂ, ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട കാര്യം അത് നമ്മൾ നോക്കിക്കോളാം. അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ടാവും. അത് സപ്പോസ് ടു ബി ഇനിയിപ്പോ എവിടെയെങ്കിലും ചെയ്തിട്ട് ഒരു ഇഷ്യൂ ആയി വന്നതാണെങ്കിലും അല്ലെങ്കിൽ പല നോട്ടീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാര്യങ്ങളാണെങ്കിലും അത് നമ്മളടുത്ത് വന്നാൽ ഇന്ന് വരെ നമ്മൾക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് BRQയിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അല്ല, സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ അത് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതാണ് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോർണിംഗ് 5 o'clock മുതൽ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യുന്ന അതിന് ആ ടൈം നിർബന്ധമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്ത് വരാനും നമ്മൾക്ക് ആ ടൈം നിർബന്ധമായും ഒരു ടൈം അതിന് വെക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അതെ, നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ് നമ്മുടെ ഈ സർവീസിന് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി. നമ്മൾ
5 to എത്ര ഞാൻ- രാത്രി രാത്രി 12 മണി വരെ ഞാൻ 12 മണി വരെ. ഇത് നല്ലൊരു ലോങ് ടൈമാണത്. ഡെഫിനറ്റ്ലി ആയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് അതിനെനിക്ക് ഞാൻ വേറൊരാളുടെ ഡിപ്പെൻഡൻസിയിലോ അല്ലെങ്കിൽ ഒരാളെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ല. സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവൻ. മലയാളത്തിൽ അങ്ങനത്തെ ഒരു അങ്ങ- ഡയലോഗ് ഉണ്ട്. മേ ബി ഇപ്പൊ ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ. ഇത്രയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായാൽ പോലും നമ്മളിപ്പോൾ അതിനൊരു വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ വേറൊരാളെ സപ്പോർട്ടിനോ നമ്മൾ നിന്നിട്ടില്ല. സ്വമേധയാ നമ്മളത് പഠിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ ടി ആൻഡ് ടോക്ക് എന്ന് പറയുന്നത്, ഇതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷന് അവരെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഈ ഡോക്ടർ മുസ്തഫ ഭായിയുടെ ഈ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട സംഭവമാണ്. ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് മുസ്തഫ ഭായി കൊണ്ടുവന്നുള്ളത്. ഡെഫിനറ്റ്ലി. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാവില്ല. ആവില്ല. അത് സ്മാർട്ട് വർക്കും കൂടി ആയാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ നമുക്ക് Result അച്ചീവ് ചെയ്യാൻ ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ രാവിലെ 5 മണി മുതൽ 12 മണി വരെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഹാർഡായി വർക്ക് ചെയ്തുകൊണ്ട് സ്മാർട്ടായി എന്താണോ വേണ്ടത് അതിന് സൊല്യൂഷൻ, അത് സോഫ്റ്റ്വെയറിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഒരു പേപ്പറിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ചെയ്യാം. അപ്പം അതിന് സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന് സമയാസമയങ്ങളിൽ വേണ്ട അപ്ഡേറ്റുകളും ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടെത്തും. ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ നിങ്ങൾ താഴെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ BRQ അസോസിയേറ്റ്സിൻ്റെ താഴത്ത് BRQ ഗ്ലോബ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ ആവശ്യത്തിന് തന്നെയാണ്. നമ്മൾ എന്തില്ല, നമ്മളത് പുറം മാർക്കറ്റിൽ വിൽക്കുന്നില്ല, നിലവിലില്ല, ഭാവിയിൽ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. അപ്പം അതൊരു ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഇന്ന് മാർക്കറ്റിൽ പല സോഫ്റ്റ്വെയർ, കൺസൾട്ടൻസികളിൽ പല സോഫ്റ്റ്വെയറും കാണാം. അതായത് ഓരോ സർവീസ് ഓരോ ആവശ്യത്തിന് ഓരോ സോഫ്റ്റ്വെയറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് ടാലിയാണ്. ഓഫീസ് ഓട്ടോമേഷനുകൾക്ക് വേറെ പല ഓഫീസ് ഓട്ടോമേഷൻ ടൂളുകളുണ്ട്. അതേപോലെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിൻമാൻ പോലെ വിൻമാൻ CAERP, അതൊരു TDSന് വിൻമാൻ TDS, അതുപോലെ പല ടൂളുകളുണ്ട്. കമ്പനിക്ക് വേണ്ടിയിട്ട് പിന്നെ പല ടൂളുകളുണ്ട്. പിന്നെ PF ESI, അതായത് ഒരു മിനിമം ഒരു 10 ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഒരു കൺസൾട്ടൻസി യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള പ്രയാസം എന്ന് പറയുന്നത് ഇതിന് എല്ലാത്തിനും വേണ്ട ഡാറ്റ ഒന്ന് തന്നെയാണ്. അതായത് ഇൻപുട്ട് ഡാറ്റ ഒന്നാണെങ്കിലും പല ടാക്സിന് സബ്മിറ്റ് ചെയ്യേണ്ട ഫോമുകൾക്ക് വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയറിലേക്ക് ഇതേ സെയിം ഡാറ്റ കൊടുത്ത് ചെയ്യേണ്ടതൊരവസ്ഥയുണ്ട്. അതിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരൊറ്റ സിംഗിൾ സോഫ്റ്റ്വെയറിലേക്ക് ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ടൈം കൺസ്യൂമിങ് ആണ്, എറർ ഫ്രീ ആവും. അത് കാരണം ഇത്ര വലിയൊരു സാധനത്തെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ വർഷങ്ങൾ കുറേ ആയി. അപ്പോൾ പുറത്തേക്ക് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അത് ഒരു ഫൈനൽ പ്രൊഡക്റ്റായി മാറിയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മളത് അവിടെ ഉണ്ടാക്കുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു, ആ രീതിയിൽ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് 1000 ചില്ലറ ക്ലയൻസ് അന്ന് വന്നിട്ടും ഇന്നത് മാക്സിമം എത്ര ഇൻക്രീസ് ആയിട്ട് നമ്മൾക്ക് എന്തായിട്ടില്ല. ഇന്ന് 2000 മുകളിലുണ്ട്. നമുക്കിപ്പോൾ അത് ഒരാൾക്കൊരു ടൈംലി സർവീസ് പറഞ്ഞാൽ ഇപ്പം നാളെ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റൊന്നും ആയി പോവില്ല. അത് ഈ സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി. അപ്പം അന്ന് ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് അന്ന് ചെയ്തു,
ഇന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യം വരുന്നില്ല. നമ്മളെ ക്ലയൻസ് തന്നെയാണ് ആനക്ക് മണി കെട്ടേണ്ട ആവശ്യം. അത് നമ്മൾ ക്ലയൻസ് തന്നെയാണ്. നമുക്ക് എന്താ അവർക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. ഇവിടെ അതായത് നമ്മള് പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നമുക്ക് ക്ലയൻസ് വരുന്നത്. അതായത് നമ്മൾ ഇപ്പം നല്ല സർവീസ് കൊടുക്കുമ്പോൾ അവര് അത് മറ്റുള്ളവരോട് പറയുന്നുണ്ട്. അവർക്ക് ആ കോൺഫിഡൻറ്റ് ഉണ്ട്. നമ്മളെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിട്ടാൽ അയക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ കൊടുത്ത സർവീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ്. ഓക്കെ. ഈ ഇപ്പം പിന്നെ BRQ നമ്മൾ ഇന്ന് അന്ന് 23 സ്റ്റാഫിനെ വെച്ചിട്ട് തുടങ്ങി. ഇന്ന് 100+ എത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാഫില്. അപ്പം ഈ നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തി, നമ്മുടെ സ്റ്റേറ്റസ് ഒക്കെ മാറി, അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ 100-ലധികം കുടുംബങ്ങൾക്ക് അത്താണിയാവാനും നമുക്ക് പറ്റുന്നു. ഡെഫിനറ്റ്ലി. അത് എത്രത്തോളം നിങ്ങൾക്ക് ഒരു മനസ്സിന് ചാരിതാർത്ഥ്യം നൽകുന്നു? ഞാൻ അതില് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളെ സ്റ്റാഫിന്റെ കഠിനാധ്വാനം അതിലുണ്ട്. നിർബന്ധമായിട്ടും അത് ഉണ്ടാവണം. അതുണ്ട്. ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റിനും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ്. ഞാൻ എത്ര വർക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഈ സ്ഥാപനമല്ല ഏത് സ്ഥാപനവും പോകില്ല. അതിന് കൃത്യമായിട്ടുള്ള അവര് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ശമ്പളവും അതേപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ കുടുംബത്തിന്റെ പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ടാവും. ഡെഫിനറ്റ് ഉണ്ടാവും. അവർക്കിപ്പോൾ നമ്മൾ ഒരു വർഷത്തിലൊരു പ്ലഷർ ട്രിപ്പ്, അതേപോലെ തന്നെ അവർക്ക് പല അവരുടെ സെലിബ്രേഷൻസുകളിൽ ഇപ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ, അത് ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെ ബർത്ത്ഡേ ദിവസം അത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള സെലിബ്രേഷൻസ് എന്തൊക്കെയാണെങ്കിൽ അത് നമ്മളതിനെ ഓഫീസിൽ അതിൻ്റെ കൃത്യമായി അവർക്ക് നമ്മളത് സെലിബ്രേറ്റ് ചെയ്ത് കൊടുക്കും. അതിന് നമ്മളിപ്പോൾ നമ്മളൊരു ഹാളുണ്ട്. അതും നമ്മളെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫാമിലിയുടെ ഒരു BRQ ഫാമിലിയുടെ ഒരു സെലിബ്രേഷൻസിനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പുറത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അത് ബിൽഡ് ചെയ്തത് ഈ കൺസെപ്റ്റില്ല. നമ്മൾക്കിപ്പോൾ ഇവിടെ കുഞ്ഞു ബർത്ത്ഡേ പാർട്ടികൾ, ബാക്കി കാര്യങ്ങൾ, ഇവിടെയുടെ പാർട്ടികൾ, വർഷത്തിൽ 1-2 പ്രാവശ്യം പേർക്കുള്ള സെലിബ്രേഷൻസുകൾ, അത് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. പ്ലസ് ഒരു ഔട്ട്ഡോർ നമ്മൾ അവർക്ക് അറേഞ്ച് ചെയ്യും. ഈ BRQ അസോസിയേറ്റ്സിന്റെ എന്താണ് ഇനി നെക്സ്റ്റ്, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പ്ലാൻ? അല്ല, ഇപ്പം ഈ മേഖലയിൽ നമ്മുടെ ടാക്സ് കൺസൾട്ടൻസി മേഖലയിൽ നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒരു ബ്രാഞ്ച് ഇടാനൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിനൊരു സൊല്യൂഷൻ, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇരുന്നിടത്തോലെ ആ പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മളെ പ്രസൻസ് അവിടെ വേണം. ഡെഫിനറ്റ്ലി. അത് വേറൊരാളെ എടുത്ത് നമ്മൾ ഏൽപ്പിച്ചാൽ ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട്. കാരണം ഞാൻ ഇന്ന് ഈ സമയം സ്പെൻഡ് ചെയ്ത് ആ ഓരോ ഇവർ ചെയ്ത വർക്ക് നോക്കി അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും എന്താവുന്നത്. നമുക്ക് ആ ക്വാളിറ്റി അവിടെ 100% മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നുള്ളൊരു ഇതാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകാത്തത്. കാരണം ഇവിടെ എത്ര ക്ലയൻസിന് ഞാൻ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡാണ് നമ്മൾ ഓഫീസെങ്കിലും ഗുജറാത്തിലെ ക്ലയൻസ് ഉണ്ട്, മഹാരാഷ്ട്രയിലെ ക്ലയൻസ് ഉണ്ട്, നമുക്ക് തമിഴ്നാട്ടിലെ ക്ലയൻസ് ഉണ്ട്, കർണാടക ഉണ്ട്, കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ബ്രാഞ്ചിലേക്ക് പോകണമെന്നില്ല, ആവശ്യം വരുന്നില്ല. രണ്ടാമത് നമ്മളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് നമ്മൾ കൺസൾട്ടൻസികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മളത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതൊരു വലിയ മാറ്റം ഉണ്ടാക്കും ഈ മേഖലയിൽ നിന്നാണ് നമ്മളെ വിശ്വാസം. ഇപ്പം മുസ്തഫായി പറഞ്ഞു രാവിലെ 5 o'clock തൊട്ട് രാത്രി 12 o'clock വരെ നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മുസ്തഫായുടെ കുടുംബത്തിന്റെ പിന്തുണ അത് എത്രത്തോളം ഉണ്ട് മുസ്തഫായിക്ക്? അത് ഡെഫിനറ്റ്ലി 100% ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് ആയിഷത്ത് റാബിയ എന്നാണ്. മഞ്ചേശ്വരത്താണ് വീട്. അവിടെ മഞ്ചേശ്വരം നമ്മൾ ഓഫീസ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. 3 കുട്ടികളുണ്ട്. ഫസ്റ്റത്തെ ആള് പെൺകുട്ടിയാണ്, ചെറിയ പ്രായമാണ്,
അവൾക്ക് 8 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് 2 വയസ്സാണ്. 2 വയസ്സ്. പിന്നെ അവള് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് B.Pharm കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇപ്പോൾ അതിനുശേഷം M.Pharm കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ M.Pharm കംപ്ലീറ്റ് ചെയ്തു. കുട്ടികളിപ്പോൾ ചെറുതായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ, അതായത് ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാൻ എന്നതുകൊണ്ട് അവർ ജോലിക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദെയർ ഈസ് എ വുമൺ. അപ്പോൾ മുസ്തഫയുടെ ഈ വളർച്ചയിൽ, ഈ ഉയർച്ചയിൽ വൈഫിന്റെ ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി അത് 100% ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുടുംബകാര്യം നോക്കാനും അതുപോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും, നമ്മളെ ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ 12 മണി വരെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഫാമിലിയോട് എടുക്കേണ്ട സമയമാണ് ഇവിടെ ഓഫീസിൽ തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് അതിന് മുഴുവൻ സപ്പോർട്ട് തരാൻ മനസ്സിലാക്കിയിട്ട് അവർ വലിയൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ ഇന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ബിഹൈൻഡിലുള്ള ഒരു സപ്പോർട്ടാണ്. അതായത് കുടുംബത്തിന്റെ കാര്യം, പിന്നെ മക്കളുടെ കാര്യമൊക്കെ അവര് അത് മാനേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സമയം നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് 100% സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പിന്നെ ഏത് ബിസിനസ്സിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ വൈഫ് നല്ല സപ്പോർട്ട്, ഡെഫിനറ്റ്ലി 100% ഒരു താങ്ങായിട്ട്. മാതാപിതാക്കൾ, ഉപ്പ മരിച്ചുപോയി, ഇപ്പൊ 3 വർഷം പോകുന്നു. ഉമ്മ ഉണ്ട്. ഉമ്മയാണ് നമ്മളുടെ എല്ലാം. ഉമ്മയുടെ പ്രാർത്ഥനയാണ് അല്ലെ? അത് എപ്പോഴും പറയാറുണ്ട്, ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ നമുക്ക്. ഡെഫിനറ്റ്ലി. മുസ്തഫായി, പിന്നെ ഇപ്പം മുസ്തഫായി ഒരു ചെറിയൊരു ഏറ്റവും താഴെ ലെവലിൽ നിന്നാണ് ഈ വഴിവട്ടി വന്നിട്ട് ഇന്ന് ഈ ഒരു സക്സസ് ലെവലിൽ നിൽക്കുന്നുള്ളത്. അപ്പം ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷനോട് മുസ്തഫായിക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുന്നത്? നമ്മൾ ഈ കൺസൾട്ടൻസി മേഖലയിൽ വരുന്ന ആൾക്കാർ, കൺസൾട്ടൻസി എന്നല്ല, ഏത് രംഗത്തേക്കും, അതായത് ഒരു ബിസിനസ്, ഇപ്പം യങ് ജനറേഷന് അധികം ബിസിനസിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന ആളുകളാണ്, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പം അവരുടെ കടന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള നമ്മളെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു അഡ്വൈസ് ഉണ്ടാവും. ഏത് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നവൻ മാത്രമേ ബിസിനസ്സിലേക്ക് വരാൻ പാടുള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞൊരു ചലഞ്ചാണ്. അല്ലാതെ നോർമലി നമ്മളൊരു ചിന്താഗതിയിലൂടെ വന്നാൽ നമ്മൾക്ക് ഒരു വിജയത്തിലെത്താൻ പറ്റില്ല. നമ്മൾ മാർക്കറ്റിൽ പലതും കാണാം, ഒരേ കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന ഒരേ ലൈനിലുള്ള ആൾക്കാർ, ഏറ്റവും ഹൈയിലും ഏറ്റവും ലോയിലുള്ള ആൾക്കാർ, ഒരേ സാധനം വിൽക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒരേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും, ഒരേ ബിൽഡിങ്ങിലുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഹൈ ലെവലും ഒരാൾ ഏറ്റവും ലോവിലോ അല്ലെങ്കിൽ ഒരു മീഡിയമിലോ. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ മാത്രമേ ഇതിന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട നിർബന്ധമാണ്. അതേപോലെ തന്നെ സ്മാർട്ട് വർക്കായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, സാധനം വിൽക്കുന്ന ആളായിരിക്കും, സാധനം ഉണ്ടാക്കുന്ന ആളായിരിക്കും, കൃത്യമായ മാർക്കറ്റ് സ്റ്റഡി കൃത്യം ഉണ്ടായിരിക്കും. എന്താണ് ജനങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറിന് എന്താണ് ആവശ്യം, അത് കൊടുക്കുക, അത് ഉണ്ടാക്കുക എന്നുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അതായത് ഈ ബിസിനസ്സിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല എന്നർത്ഥം. നെവർ. ബിസിനസ്സിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ അതിനെ ആ ചലഞ്ചായി ഏറ്റെടുത്ത് ചെയ്താൽ മാത്രമേ അത് നിലനിർത്തുകയും വേണം. നമ്മളിപ്പോ കൺസിസ്റ്റൻസി വേണം. ഡെഫിനറ്റ്ലി. ഇപ്പൊ ഒരാൾ ബിസിനസ് ഉണ്ടാക്കി, ഞാൻ ഇത്ര അണ്ടർ സ്റ്റാഫിനെ ഉണ്ടാക്കി, ഞാൻ എടുത്ത് നാളെ മുതൽ ഞാൻ ഇന്ന് വരെ എടുത്തിട്ടുണ്ടായിരുന്ന ആ എഫേർട്ട് നാളെ ഇല്ലെങ്കിൽ എന്താവില്ല, ബിസിനസ് ഇതേപോലെ പോവും. നമ്മളുടെ കസ്റ്റമേഴ്സിനുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നിലനിർത്താൻ പറ്റണമെന്നില്ല. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പോ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാനാണോ ബിസിനസ്സുകാരന്റെ ഇത് എന്ന് ചോദിച്ചാൽ,
എങ്കിൽ മാത്രമേ കൃത്യമായ നമ്മൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കാൻ നമ്മൾക്ക് പറ്റൂ. നമ്മളുടെ കണ്ണ് എപ്പോഴും അവിടെ ഉണ്ടാവും. അത് ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് ആ ശ്രദ്ധ ഒഴിവായാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ആ ബിസിനസ്സിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് പുതിയ ജനറേഷൻ ബിസിനസ്സുകാർക്ക് നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ചലഞ്ചിലേക്കാണ് പോകുന്നത്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിന് ആ ടൈം കൊടുക്കാൻ തയ്യാറാകും. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ പലപ്പോഴും വരും ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യ ആവുന്നത് ഭയങ്കര ചലഞ്ചാന്ന് പറയും. അതെ. അതെന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ബിസിനസ്സുകാരനൊരു ഫ്രീ ടൈമില്ല. വെക്കേഷൻ പോയാൽ പോലും ഫോണിലായിരിക്കും. അപ്പൊ അത് വിട്ടാൽ എന്തായി? ഇവിടെയുള്ള നമ്മളെ മാർക്കറ്റിൽ നമ്മളുടെ നമുക്ക് എപ്പോഴും ആ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോ അതന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ച ബാക്കിയല്ലായി. അപ്പോ ഇന്ന് ന്യൂ ജനറേഷൻ ആൾക്കാർ അധികവും പിന്നെ ഷോർട്ട് കട്ട് തപ്പിപ്പോകും. അതൊക്കെ ക്ഷമയില്ല, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഒക്കെ അബദ്ധങ്ങളിലേക്കാണ് പലതും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കച്ചവടക്കാരെയും അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കാണുന്ന ആളാണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളിൽ പോയ ആൾക്കാർ എന്താ സംഭവിച്ചിട്ടുണ്ടാകുന്ന വെച്ചാൽ പലപ്പോഴും അത് ഇടറി വീഴുക ചെയ്യാം. അപ്പം അതുകൊണ്ട് ഷോർട്ട് കട്ടുകൾ തേടി പോകുന്നതിന് പകരം നമ്മൾ കൃത്യമായി എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പഠിച്ച് അതിൻ്റെ മാർക്കറ്റ് പഠിച്ച് ആ മാർക്കറ്റിലേക്ക് വേണ്ടതിലേക്കുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ പോയാൽ ഡെഫിനറ്റ്ലി വിജയിക്കും. ചെയ്യുന്ന കാര്യത്തോട് ഒരു ആത്മാർത്ഥത വേണം. അത് ആത്മാർത്ഥത സ്റ്റാർട്ടിങ്ങിൽ മാത്രം പോരാ, ആ ആത്മാർത്ഥത നിലനിർത്തുകയും കൂടി വേണം. എന്നാൽ മാത്രം നമ്മൾക്ക് വിജയിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് പറയും പിന്നെ കാലിടറാതിരിക്കുള്ളൂ. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾക്ക് പിന്നെ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും ഒരു അപ്പ് ഉണ്ടാവും. ആ അപ്പ് ഉണ്ടാവുമ്പോൾ ആ നേരത്തെ കൊടുത്ത നമ്മളെ ശ്രദ്ധ അതിൽ നിന്ന് മാറുമ്പോഴാണ് പിന്നീട് എന്താവുന്നത്, ഡൗണിലേക്ക് പോകുന്നത്. അപ്പം ആ നമ്മൾ തുടങ്ങുമ്പോൾ ഏതാണോ നമ്മൾ ആ വളരാൻ വേണ്ടി കൊടുത്ത ശ്രദ്ധ, ആ ശ്രദ്ധ നിലനിർത്തിയാൽ ഡെഫിനറ്റ്ലി പിന്നെ ഒരു താഴോട്ട് പോക്കുണ്ടാവില്ല. പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പണിയാണ്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ കയറാൻ വളരെ എളുപ്പമാണ്. പറയാറുണ്ട് ബിസിനസ് ആർക്കും തുടങ്ങാം, പൈസ ഉണ്ടായാൽ മതി. പക്ഷെ അത് നടത്തിക്കൊണ്ട് പോകാനാണ് വലിയ. നേരത്തെ പറയും ടെക്സ്റ്റൈൽ മേഖലയിലെ ആൾ പറയും വാങ്ങാൻ എളുപ്പമാണ്, ഇതിനെ വിൽക്കലാണ് പണി. കാശുണ്ടെങ്കിൽ വാങ്ങാം. ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ കാശുണ്ടെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കാം. പക്ഷെ അത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ, അത് ആവശ്യക്കാർക്ക് വേണ്ട സാധനത്തെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ട സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഗോഡൗണിൽ സാധനം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ ആൾക്കാരോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഒരു ചലഞ്ചിലേക്കാണ് വരുന്നത്. ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ആത്മാർത്ഥത എന്ത് വരെ നിലനിർത്താൻ എങ്കിൽ സക്സസ് നിങ്ങളെ തേടി. ഓക്കെ, മുസ്തഫയുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ ചാനലിനും നമ്മുടെ ഈ TN ടോക്ക് എന്ന പരിപാടിക്കും സമയം അനുഭവിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് അങ്ങയുടെ സ്ഥാപനം വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ ഈ പ്രസ്ഥാനം വലിയൊരു വിജയകരമായി മാറട്ടെ. പല വലിയ വലിയ ആൾക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അത് പലവർക്കും മോട്ടിവേറ്റ് ആവട്ടെ. പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്കും പുതിയ പുതിയ യങ്സ്റ്റേഴ്സിനൊക്കെ ഇതൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇൻഷാ അല്ലാഹ്. See you.